കണ്ടില്ലേ ലക്ഷ്മി ഇവിടുത്തെ കാര്യങ്ങൾ? എല്ലാവർക്കും അവരവരുടെ കാര്യത്തിലെ താല്പര്യവും ശ്രദ്ധയുള്ളൂ. ഒരാവശ്യത്തിന് ഒറ്റ എണ്ണത്തിനെ കിട്ടില്ല. ഒന്നും രണ്ടുമല്ല, 23 വർഷമായി ഏകാന്തവാസം തുടങ്ങിയിട്ട് മടുത്തു എനിക്ക്. മടുത്തെങ്കിൽ ചുമ്മാ ഇങ്ങോട്ട് കയറി പോരുന്നേ. എന്തിനാ അവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നേ? വയസ്സായെന്ന് വെച്ച് എനിക്ക് ബുദ്ധിക്ക് തകരാറൊന്നും പറ്റിയിട്ടില്ല. സോറി മുത്തശ്ശ. സോറി പറയട്ടെ, എന്നോടല്ല മുത്തശ്ശിയോടാ. പറയടേ. സോറി മുത്തശ്ശി. തൊഴുകൊണ്ട് പറയടേ. സോറി മുത്തശ്ശി, സോറി. ആ, ഇനി ആ ചെസ് ബോർഡ് എടുത്തു വെക്ക്. അതെ, ഇങ്ങനെ പട്ടാളച്ചിട്ടൊന്നും എന്നോട് കൽപ്പിക്കണ്ട. അതിന് വേറെ ആള് നോക്കണം. എന്താ നീ പറഞ്ഞേ? വയസ്സാകുമ്പോ കേൾവിക്കുറവൊക്കെ ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. 101 തവണ ആവർത്തിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്താ? അതെ, എല്ലാരും വിറപ്പിക്കുന്ന പോലെ എന്നെ വിറപ്പിക്കാൻ നോക്കണ്ടാന്ന്. മോള് പോയി ചെസ് ബോർഡ് എടുത്തു വെക്ക്. ആ, അങ്ങനെ മയത്തി പറ. അല്ല, പ്രഷറിനുള്ള മരുന്ന് കഴിച്ചോ? മറന്നുപോയി. വെറുതെ അല്ല രാവിലെ എല്ലാവരുടെ മെക്കിട്ട് കയറുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അപ്പൊ ആദ്യം നല്ല കുട്ടിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എന്നിട്ട് മരുന്ന്, അതിനുശേഷം ചെസ്. ഓക്കെ? നടക്ക്. നടക്കാൻ. നല്ലൊരു അടി കിട്ടാതെ കുറവുണ്ട് ഇപ്പോഴും. ஏண்டா இவ்வளவு லேட்டா வந்த? எல்லாம் சொல்றேன். கண்மஷி எங்க? ஏய், எல்லாம் எனக்கு தெரியும். ஐ நோ. கண்மஷியை காமிக்கிறதுக்கு தானே அப்படி ரஜினிகாந்த் ஸ்டைல்ல வந்து நின்னே. டேய், கடவுள் உன் கூட இருக்காரா? அது கூட பாட்டி ஒரு ப்ளே பண்ணியாச்சு. பொண்ண பார்க்க வந்தாங்களே, ஒண்ணுமே சரியாவல. அப்படியா? எப்படி? ஒண்ணு, அப்படி 2, 3. ஐயோ, பாட்டி. வா பாரதி. மாமி, யார் வந்திருக்கா பாரு. பாரு. ആഹാ, എത്തിയോ? അയ്യോ മുരുക, നിന്നോട് ഞാൻ എത്ര വാട്ടി ചൊല്ലിയിരിക്ക് இந்த மாதிரி ഒന്നും കൊണ്ടുവര വേണ്ടാന്ന്. മാമി, കൊണ്ടുവരണ്ടാന്ന് പറയുന്നത് നിങ്ങളുടെ മാന്യത, കൊണ്ടുവരേണ്ടത് എന്റെ മാന്യത. മുരുകൻ சொன்னதுதான் കറക്റ്റ്. ഐ നോ. യു നോ പാട്ടി. യെസ്, എക്സാക്ട്ലി. മാമി, ഈ കൈ ഒന്ന് തൊട്ട് നോക്കിയേ. തൊട്ട് നോക്ക്. ഇത് സാധാരണ പട്ടന്മാരുടെ പഞ്ഞു പോലത്തെ കൈയല്ല. കൈക്കോട്ട് പിടിച്ച് അധ്വാനിച്ച് തഴമ്പ് വീണ കൈകളാ. ഈ കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും. ഇതിനകത്ത് എന്റെ സ്നേഹവും വയർപ്പും ഒക്കെ ഉണ്ട് മാമി. മുരുക, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കൊരു വിഷമമില്ല മാമി. 14-ാം വയസ്സിലെ എന്റെ അപ്പനും അമ്മയും മരിച്ച് അനാഥനായവനാ ഞാൻ. പാട്ടിയുടെ നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാ ഞാൻ വളർന്നത്. ഈ ജന്മം മുഴുവൻ നിങ്ങളോടൊക്കെ തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക്. എന്നടാ ഇത് കുഴന്ത മാതിരി? അഗോ പറോ പറോ. എന്താ അത് ഞാനെന്താ വേണ്ടേ? തല കുത്തി നിൽക്കണോ? അതൊന്നും വേണ്ട. കുറച്ചു നേരത്തേക്ക് ചവിട്ടും കുത്തൊന്നും ഇല്ലാതെ മുരുകനെ പ്രേമിക്കാൻ പറ്റുന്ന തരത്തിൽ നീ ഒന്ന് നിന്നു കൊടുത്താ മതി. ദേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, ആ പാവത്തിനായിട്ട് വട്ട് കളിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്താ നിന്റെ അപ്പനെ പോലെ വീടൊക്കെ പറഞ്ഞേ? എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വീക്ക് ഞാൻ വെച്ചു. അതെ, ഞങ്ങൾക്കും നിനക്കും ചില മെച്ചങ്ങളുള്ള പരിപാടിയില് നിനക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ പിരിയാം. അല്ലെങ്കിൽ കൺമഷിക്ക് പവർ കൂടുതലാ. മുരുകണ്ണ എന്നെ ആയിരുന്നു പ്രേമിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തിനു സമ്മതിച്ചെന്നെ. അയ്യടെ, പ്രേമിക്കാൻ പറ്റിയ കാന്താരി. മുരുകണ്ണ നിന്നെ കിട്ടിയിരുന്നാ കഞ്ഞിക്ക് കടിച്ചു കൂട്ടാലോ. മുരുകണ്ണ പറഞ്ഞു, കൺമഷി പ്ലീസ്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പിണക്കം നടിച്ചു മാറി നിൽക്ക്. എല്ലാരും ഉണ്ടല്ലോ. അങ്ങനെ മാറ്, മുരുകൻ ഇറങ്ങട്ടെ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കൈ കാണിച്ചോ. പിടിച്ചേ. മുരുകൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിങ്ങൾ എന്നെ ചതിക്കോന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഈ സഹായം എന്നും ഉണ്ടാവണം. അങ്ങോട്ട് കേട്ടിക്കോ. ഇനി ഇതുപോലെ എന്തെങ്കിലും പാറകൾ വന്നാ പൊളിക്കും. ഞങ്ങൾ പൊളിച്ചിരിക്കും. കൺമഷി മുരുകണ്ണനുള്ളതാ. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവളെ വേറൊരുത്തൻ കൊണ്ടുപോവില്ല. മതി.
എനിക്കത് കേട്ടാ മതി. മുരുകണ്ണൻ അറിയോ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? മുരുകണ്ണന്റെ കൺമശ്ശേരി കല്യാണം. എപ്പോഴാ കണ്ടത്? വെളുപ്പാൻ കാലത്ത്. അയ്യോ, എന്നാ സത്യ അത് നടന്നത് തന്നെയാ. കൺമശി എവിടെയാ? മുരുകണ്ണ ഇന്നലെ വരാത്തോണ്ട് അവള് പിണങ്ങിയിരിക്ക. ദാ അവിടെ. കൺമശി, അയ്യോ ഞാൻ ചെല്ലട്ടെ. സോറി കൺമശി, മനഃപൂർവ്വമല്ല, ജോലി തിരക്ക് കാരണം. വാക്ക് പാലിക്കാത്തവരെ എനിക്ക് കാണണ്ട. അങ്ങനെ പറയല്ലേ കൺമശി, എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ. ദാ നോക്ക്, ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. കൺമശി, അമ്മേ, അയ്യോ, ഇത് വെച്ചിക്ക. ഞാനിന്ന് പാട്ടയും കൊണ്ട് പൊള്ളാച്ചിക്ക് പോവും. കൺമശി വരുന്നുണ്ടാ? അത് ഞാൻ അടുത്ത പ്രാവശ്യം. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കൺമശിക്ക് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരുമ്പോ കണ്ടാ മതി. നിങ്ങൾ ഇതിനെ കെട്ടിയെടുത്താ പോയി കളിച്ചേൻ. കൺമശി ആദ്യമായിട്ടൊന്ന് ടച്ചിങ്സിൽ എത്തിയതായിരുന്നു, അതും കൊളാക്കി. യുവർ ഓണർ, ഈ കേസിന്റെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്ന സുപ്രധാനമായ ഒരു തെളിവ് ഞാനിവിടെ ഹാജരാക്കുക. ഭാര്യ ഭർത്തൃബന്ധത്തിൽ കിടപ്പുമുറിയിലെ അലമാരയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അപ്രതീക്ഷിതമായി ഭർത്താവ് മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയുടെ കാമുകൻ ഒളിച്ചിരിക്കുക അലമാരയ്ക്കകത്താണ്. യുവർ ഓണർ, എന്റെ കക്ഷിയുടെ കിടപ്പുമുറിയിലും സംഭവിച്ചത് മറ്റൊന്നുമല്ല. ഭാര്യ എന്ന പദത്തിന്റെ സകലമാന പവിത്രതയും ചവിട്ടി ചാണ പരുവമാക്കിയ ഈ സ്ത്രീയെ ഞാൻ എന്ത് ചവിട്ടി ചാണമാക്കിയെന്നാ? നിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ വാദിക്കാൻ പോകുന്ന കേസിന്റെ കാര്യം. നശിച്ച ഒരു കേസ്. ആനന്ദവല്ലി, കരിനാക്ക് വളയ്ക്കാതെ ആറ്റുനോട്ട് ഉരുളികമെടുത്തി കിട്ടിയ കേസായത്. നിനക്കറിയോ, ഞാൻ ശയനപ്രദർശനം ചെയ്യുമ്പോ ഓരോ ഉരുളലിനും എലിവാണം പോലെ ലോ പോയിന്റിന്റെ ബ്രെയിനിൽ എരച്ചു കയറിയത്. നിങ്ങൾ എലിവാണം വിട്ടോണ്ട് ഇവിടെ ഇരുന്നോ, അവസാനം പെരുവഴിയിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും. പഴയ പോണ സാറന്മാരെ, ആരെങ്കിലും ഒരു കേസ് തരണേ. കേസില്ലാ വക്കീലാണേ സാറേ. തെണ്ടേണ്ടി വന്നാലും ഞാൻ ഈ കോട്ട് ഊരൂല. നിങ്ങൾ ഊരാതിരിക്കും, എന്താണെങ്കിലും ചെയ്യ. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. അമ്മാവന് ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ അമ്മാവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യും. ചിതാഭസ്മത്തിൽ 100 ഗ്രാം മാറ്റി വെച്ചിട്ട് ബാക്കി ഗംഗയിലൊഴുകും. എന്തിനാ 100 ഗ്രാം മാറ്റി വെക്കുന്നേ? ദിവസവും നെറ്റിയിൽ ചാർത്തി കോർട്ടിൽ പോയി കേസ് വാദിക്കാം. അയ്യോ, അമ്മാവന്റെ ഭസ്മത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, സ്വത്തിന്റെ കാര്യ. പണ്ട് അടിച്ചിറക്കി വിട്ട ഉണ്ണി ഏതായാലും തിരിച്ചു വരാൻ പോണില്ല. ആ നിലയ്ക്ക് ഈ സ്വത്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിക്ക് ഉള്ളതാ. എത്ര തവണ പറഞ്ഞതാ. ഇപ്പൊ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ അളിയനല്ലേ, എന്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചില്ല? അമ്മാവിന്റെ കാലം കഴിഞ്ഞാൽ അറിയാം ഇവരുടെയൊക്കെ തനി സ്വഭാവം. നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്കും, നോക്കിക്കോ. എടേ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? നമ്മുടെ മകൻ പ്രകാശിനെ കൊണ്ട് വർഷയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് ആ സദ്യ ഉണ്ടിട്ട് ഏമ്പക്കം വിടാനല്ല. വിചാരിച്ച പോലെ അല്ല, കാഞ്ഞ ബുദ്ധിയാ. എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? ഞാൻ വന്ന ശല്യായോ? മോനെ പ്രകാശ, നീ ഒരു ശല്യമാണെന്ന്. എങ്ങനെയാ ശല്യമാകുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമല്ലേ നീ? അച്ഛാ, എനിക്കിന്ന് കോളേജിൽ പോണം. ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. കൊടുത്തോളൂ. കൊടുക്കാനോ? ഫീസ് നീ നിന്റെ അച്ഛനെ പോലെ കേസിലെ വക്കീലാവാൻ വേണ്ടിയല്ലേ പഠിക്കുന്നത്? ഉള്ള സമയം മുത്തച്ഛനെ സഹായിച്ചു ഇവിടെ ഇരുന്നാ മതി. അതുകൊണ്ട് നേട്ടങ്ങൾ പലതാ. അതെ, ആർത്തി മുത്ത് ഭ്രാന്ത് പിടിക്കണ്ട. അച്ഛാ, ഫീസ്. അയ്യോ മോനെ, അച്ഛനൊരു കേസുണ്ട്. കേസിന്റെ ഫീസ് കിട്ടിയിട്ട് മോന്റെ ഫീസ് തരാം. അത് കിട്ടിയതിന് അച്ഛാ ഹോസ്റ്റലിൽ ഫീസ് കൊടുക്കണം. അച്ഛാ, സമയം പോയത് അറിഞ്ഞില്ല. അതെ, കക്ഷികൾ കാറുമായി എത്തി. ഞാൻ കോർട്ടിലേക്ക് പോകാം. നമുക്ക് പിന്നെ കാണാം. നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചെന്റെ കക്ഷികളായിരിക്കും. അളയന്റെ കാറുള്ള സ്ഥിതിക്ക് ഇന്നത്തെ കോടതി പോക്ക് അതിലാകാം. എന്താ? അയ്യോ, എനിക്കുടനെ ഫാക്ടറിയിലേക്ക് പോണം. അയ്യോ, അത് വേണ്ട. അതിൽ പോയാ എന്റെ കേസും പോവും, ഫീസും പോവും, ഫ്യൂസും പോരും. ഓട്ടോയിൽ പോവാം. അതാ നല്ലത്. നമുക്ക് ഓട്ടോയേ ഉള്ളൂ ശരണം.